OCD അനുഭവിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ വസ്വാസ് കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാര്, കുടുംബക്കാര്, അവരുടെ സ്വന്തക്കാര് അവരുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ സപ്പോർട്ട് നിർബന്ധമാണ്. 100% അവരുടെ സപ്പോർട്ട് നിർബന്ധമാണ്. പക്ഷേ ഈ മോഡേൺ കാലത്ത് പുതിയ കുടുംബങ്ങളാണ്, എന്നാലും അവരുടെ കസിൻസ് ആവട്ടെ മറ്റുള്ളവരാവട്ടെ ഇവരെ ഈ വസ്വാസ് അനുഭവിക്കുന്നവരെ ഒരു 2ാം നമ്പറായിട്ട് കാണുകയും അവരെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. പക്ഷെ ശരിക്കും അവരെ ചേർത്ത് പിടിക്കാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കലാണ് വേണ്ടത്. അതായത് വസ്വാസ് അനുഭവിക്കുന്ന ആളുകളുടെ വീട്ടുകാർ, ഞാൻ അങ്ങനെ തന്നെ പറയാണ്, വസ്വാസുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ശരിക്കും പഠിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ സത്യത്തിൽ ഈ ആളുകൾ അതുകൊണ്ട് വസ്വാസ് കുറയൂല എന്ന് മാത്രമല്ല കൂടും, ഒരുപാട് പ്രയാസത്തിലേക്ക് എത്തും. ഒരു 99% വീട്ടുകാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഈ വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്ന ശൈലികൾ പലപ്പോഴും മാറ്റിയെടുക്കണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ശൈലികളായിരിക്കാം, പലപ്പോഴും അബദ്ധങ്ങളാണ്. അത് ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടില് ഭാര്യയാവാം, ഭർത്താവാം, അല്ലെങ്കിൽ മക്കളാവാം, അവരുടെ വസ്വാസം മാറണം എന്ന് കരുതിയിട്ട് നമ്മൾ പരിശ്രമിക്കാണ്. പക്ഷെ അതിനു വേണ്ടി എടുക്കുന്ന ചില രീതികൾ അത് തെറ്റായി പോവാറുണ്ട്. പക്ഷെ അത് മുഖേന അവർ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു, വസ്വാസ് കൂടുകയും ചെയ്യുന്നു. ഇപ്പോ പല ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മകൻക്ക് വസ്വാസ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന എന്താ, ഒരുപാട് സമയം ബാത്റൂമിൽ ഇരിക്കുന്ന ഒരു മോനാണ്, 1-2 മണിക്കൂർ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ എടുക്കുന്ന ആളാണ്. എന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പരിഹാരം എന്താ, അവന് ബാത്റൂമിൽ ഒരുപാട് ടൈം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കും അല്ലേ, അവിടുന്ന് ഇറങ്ങി എത്ര സമയമായി കയറിയിട്ടുള്ളത്, എന്താണ് എനിക്ക് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ബഹളം വെക്കും. അപ്പോൾ പല ആളുകളും വഴക്കിടും. ചില ആളുകളെങ്കിലും ഈ പ്രശ്നത്തിന്റെ പേരിൽ അടിക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ ആളുകളുടെ അവസ്ഥകൾ എനിക്കറിയാം. കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് ഇതുപോലത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവര് ഇമോഷണലി ഭയങ്കര വീക്കാവാറുണ്ട്. ഭർത്താവ് അടിച്ച കഥ അല്ലെങ്കിൽ മക്കൾ പോലും പറയും, ഉസ്താദ് എന്നെ വാപ്പച്ച് അടിച്ചു, ഉസ്താദ് ഉമ്മച്ചി എന്നെ അടിച്ചു, അതുകൊണ്ട് എനിക്ക് വാശി കൂടി എന്ന് പറയും. ഇത് ശരിക്കും മാതാപിതാക്കള് അവനോടുള്ള അനിഷ്ടത്തോടല്ലോ? അല്ലല്ല, അങ്ങനല്ല. ഇത് മാറണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യണത്. പക്ഷെ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ അതിനാവശ്യമായ ചില ശൈലികൾ തെറ്റായിപ്പോയി. അതായത് അവരുടെ പരിഹാരത്തിന്റെ ഒരു മെത്തഡോളജി അവർക്ക് അറിയാം. അതെ, മെത്തഡോളജി അറിയാത്തത് കൊണ്ടാണ്, എന്നല്ലാതെ അവരോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. മാറ്റിയെടുക്കണം തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഒപ്പമുള്ള വാപ്പ അല്ലെങ്കിൽ ഭർത്താവ് അവരും കരയും. അതാണ് അതിന്റെ രസം. എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഇരുന്ന് ഇവര് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഭാര്യ പറയാണ്, ഉസ്താദ് എന്നെ കഴിഞ്ഞ ദിവസം എന്റെ ഭർത്താവ് എന്നെ അടിച്ചു. എന്തിനാ അടിച്ചത്? അഥവാ ഞാന് എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ വീട് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് കയറി വന്നു. ഞാൻ ആളോട് പറഞ്ഞു, പ്ലീസ് ഇപ്പൊ കയറല്ലേ, ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് കയറി. ആള് പറഞ്ഞു, എനിക്കിതിൽ കയറാൻ പറ്റൂല, ഞാൻ ഉണ്ടാക്കിയ വീടല്ലേ. അപ്പോ പെണ്ണിന്റെ അഭിപ്രായ പ്രകാരം പുറത്തുനിന്ന് വന്നതല്ലേ, കാല് കഴുകാതെ അകത്തേക്ക് കയറാൻ പറ്റൂല എന്നാണ് ആളുടെ മൈൻഡ്. കാലിൽ നജിസോ മറ്റോ ഉണ്ടാകുമോ എന്ന പേടിയാണ്. കാരണം ഇത് തുടച്ചു തീർക്കാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈം എടുത്തിട്ടാണ് തുടച്ചു തീർക്കുന്നത്. അതിന് അവരെടുക്കുന്ന ഒരു എഫേർട്ട്, അതിനു വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം തിരക്കുകൾക്കിടയിൽ ഓരോ റൂമുകളും പ്രത്യേകം ശ്രദ്ധിച്ച് 2, 3, 4, 5, 8, 10 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് കഴുകി അടുത്ത റൂമിലെത്തി, പിന്നടുത്ത റൂമിലെത്തി, അങ്ങനെ ഹാളിലെത്തി, ഇങ്ങനെയാണ് അവർ പോകുന്നത്. അതിനിടയിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്രയൊക്കെ ക്ലീൻ ചെയ്ത് മനസ്സമാധാനത്തോടു കൂടെ പോകുമ്പോഴാണ് ഭർത്താവ് കയറി വരുന്നത്. ഭർത്താവ് കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭാര്യ പറയും, ഞാനേ ഇവിടൊക്കെ തുടച്ചതാണ്, പ്ലീസ് അവിടെ കയറരുത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാലിൽ നജിസുണ്ട് എന്ന് ആൾക്ക് എന്തല്ല ഉറപ്പില്ല. നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ ആള് കയറി വന്നു. പക്ഷെ വസ്വാസുള്ള ഭാര്യയുടെ മൈൻഡിൽ എന്താ, ഇത് നജിസോട് കൂടല്ലേ കയറി വരുന്നത്. അപ്പൊ അതിന് ഭാര്യ ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോഴേക്ക് ഭർത്താവ് അടിച്ച ഉടനെ പെൺകുട്ടി വീണുപോയി. ഈ കഥ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പൊ ഈ പെൺകുട്ടി കഥ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് കരയാണ്. ആ കരയുന്ന സമയത്ത് ഒപ്പമുള്ള ഭർത്താവും കരയാണ്. അപ്പോൾ ഭർത്താവ് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ അവളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത്, ദേഷ്യം ഉണ്ടായിട്ടല്ല ഞാൻ അടിച്ചത്. പക്ഷേ ഏതൊരു മനുഷ്യനും ഇവരുടെ ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴേ ഒരു പരിധിയിലപ്പുറത്തുമ്പോഴേ പൊട്ടിത്തെറിക്കും ഉസ്താദേ. എൻ്റെ മക്കളുണ്ടല്ലോ,
എൻ്റെ മക്കൾ സ്കൂൾ വിട്ടു വന്നിട്ട് അഥവാ രാവിലെ മദ്രസയിൽ പോയി വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പിന്നെ ക്ലാസ്സിൽ പോയി അവർ ക്ഷീണിച്ച് തളർന്നു വന്നിട്ട് വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഭാര്യ പറയണം അങ്ങനെ കയറല്ലേ, ഒറ്റ മിനിറ്റ് ഇത് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുന്നു. അവരെ ഡ്രസ്സൊക്കെ അവിടെ തന്നെ അയച്ചു വെക്കണം. കാല് കഴുകി പുറത്തുനിന്ന് കുളിച്ച് അല്ലെങ്കിൽ ഭാര്യ അവർക്ക് പിന്നെ ബക്കറ്റിലോ മറ്റോ വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് അത് കഴുകി അവൾക്ക് തൃപ്തിയായി എന്ന് തോന്നുന്നവരെ കഴുകിപ്പിക്കും. വേറൊരു ടീം എന്നോട് പറഞ്ഞു പുറത്തു പോയി കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ മണ്ണിട്ട് കഴുകും, മണ്ണിട്ട് കുളിപ്പിക്കും. കാരണം നായയുടെ നജിസായോ എന്ന ഒരു പേടി കൊണ്ടാണ്. അപ്പൊ ഈ ഭാര്യ ഈ രൂപത്തിൽ നിരന്തരമായി കുട്ടികളോട് പോലും ഇത് ചെയ്തിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പൊ ഞാനിത് ഇവർക്കൊന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോർമലായിട്ട് ഞാൻ അകത്തേക്ക് കയറിയത്, അവളെ വിഷമിപ്പിക്കാനല്ല. പക്ഷെ അതിന്റെ പേരിൽ അവളങ്ങോട്ട് വയലന്റായി. എന്നിട്ട് ഈ ഭർത്താവ് പറഞ്ഞു അവളെ കുറ്റപ്പെടുത്താൻ പറ്റൂല, പക്ഷെ അവളെ ഞാൻ പിന്നെ മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചതെങ്കിൽ പോലും അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ അവൾ ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോൾ ഞാൻ ആകെ മാനസികമായി തകർന്നു. ആ സമയത്ത് അടിച്ചതാണ്. അപ്പൊ ഭർത്താവിന്റെ ഭാഗത്ത് തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ ഭർത്താവിന്റെ ഭാഗത്ത് തെറ്റില്ല. എന്നാൽ ഭാര്യയുടെ ഭാഗത്ത് തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ ഭാര്യയുടെ ഭാഗത്തും തെറ്റില്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഭാര്യ ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില എന്താണ് കോപ്രായങ്ങളാണ്. പക്ഷെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ ഒരു പരിധിയിലപ്പുറത്തുമ്പോൾ അവരും മാനസികമായിട്ട് തകർന്നു പോയി. ആ ഒരു മാനസികാവസ്ഥയിൽ അടിച്ചു പോയതാണ്. സത്യത്തിൽ അവർ രണ്ടുപേർക്കും ഒരേ ലക്ഷ്യമാണ്, മാറണം എന്നൊരൊറ്റ ലക്ഷ്യം. അപ്പോ ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്താന്ന് വെച്ചാൽ പലപ്പോഴും എന്താന്ന് വെച്ചാൽ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി വീട്ടുകാർ ചെയ്യുന്ന ശൈലികൾ അത് പലപ്പോഴും തെറ്റായി പോവാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അടിക്കുകയോ വയലന്റ് ആവുകയോ ചെയ്താൽ അസുഖം മാറുകയല്ല ചെയ്യാം. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ ദേഷ്യം കൂടും. ദേഷ്യം കൂടി മനസ്സ് ഭയങ്കര അസ്വസ്ഥമായി ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വസ്വാസ് കൂടും. അത് എന്റെ വാക്കല്ല, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് പറയുന്നൊരു വാക്കുണ്ട്, കുല്ലമാ ലോകത്തി സ്വദുറു കവിയത്തിൽ വസ്വാസ്. മനസ്സ് ഭയങ്കരമായിട്ട് ഇടുങ്ങുന്ന സമയത്ത് അഥവാ ടെൻഷൻ കൂടി അസ്വസ്ഥത കൂടുമ്പോൾ മാനസികമായിട്ട് വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് അത്തരം ഘട്ടങ്ങളിൽ വസ്വാസ് കുറക്കാൻ പറ്റൂല. പിന്നെ കവിയത്തിൽ വസ്വാസ് കൂടി വരുന്ന. അപ്പൊ അത്തരം ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ വസ്വാസ് കുറയൂല, അത് കൂടേ ചെയ്യുള്ളൂ. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ വസ്വാസ് കുറക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഇത്തരം ചില പ്രവണതകൾ കൊണ്ട് വസ്വാസ് കൂടുകയാണ് ചെയ്യുന്നത് എന്നത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. വസ്വാസ് ഒരിക്കലും ഇതിന്റെ പേരിൽ കുറയൂല. എനിക്ക് തോന്നുന്നു വസ്വാസ് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഒരു സമാധാനം ലഭിക്കുന്നത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലാണ്. തീർച്ചയായിട്ടും. അതായത് പല ആളുകളും പറയും, ഇപ്പൊ നമ്മുടെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പല ആളുകളും പറയും ഉസ്താദ്, അതായത് നല്ല മാറ്റങ്ങൾ വന്നു, ഓരോ സിറ്റിങ്ങുകളൊക്കെ കഴിയുമ്പോൾ നല്ല മാറ്റങ്ങൾ വന്നു, ഒരുപാട് മാറ്റം വന്നു. അതിനിടയിൽ ചിലപ്പോൾ വേണമെങ്കിൽ ചില സിറ്റിങ്ങിൽ വരുമ്പോൾ പറയും ഉസ്താദേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് വസ്വാസ് കൂടിട്ടോ, ഹൈ ആയി, മാറ്റങ്ങളൊക്കെ വന്നിരുന്നു, പക്ഷെ അതൊക്കെ തിരിച്ച് പിന്നെയും പഴയ അവസ്ഥയ്ക്ക് പോയി. അപ്പൊ എന്തായിരിക്കും കാരണം? വീട്ടുകാരുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടെൻഷൻ അവർക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പൊ ഓവർ ടെൻഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവർക്ക് വസ്വാസ് കുറക്കല് ഭയങ്കര പ്രയാസമായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെൺകുട്ടിയുടെ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തു. എറണാകുളം ജില്ലയിലുള്ള ഒരു കേസാണ്. ഞാൻ ഒരാളുടെ നാടോ വീടോ കുടുംബം ഒന്നും പറയില്ല, പക്ഷെ എറണാകുളം ജില്ലയിലുള്ള ഒരു ഡോക്ടറാണ്, ഒരു ലേഡി ഡോക്ടറാണ്. ആ ഡോക്ടറുടെ വിഷയം ഞാൻ ഇടപെട്ട സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുണ്ട്. വസ്വാസം ഇങ്ങനെ കുറഞ്ഞ് നോർമൽ അവസ്ഥയ്ക്ക് എത്തും. പക്ഷേ അവളും അവളുടെ ബ്രദറും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ബ്രദർ എന്നൊക്കെ വിളിച്ച് ഇവളുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അന്നൊക്കെ വസ്വാസ് കൂടും. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഡോക്ടറുടെ ഭർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, ഉസ്താദെ ഈ പ്രശ്നം ഇത് എന്നോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വസ്വാസം മാറൂലല്ലോ, അവര് തമ്മിലൊരു പ്രശ്നമുണ്ട്, പക്ഷെ അതിനും പുറമെ ഇവിടെ എന്തുണ്ട്, നിരന്തരമായിട്ട് വസ്വാസ് കൂടി വരികയാണ്. അപ്പൊ ഇതിന് പരിഹാരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭർത്താവ് ഡോക്ടറുടെ അഥവാ ലേഡി ഡോക്ടറുടെ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു ചെറിയ ഹെൽപ്പ് ചെയ്യണം, ഇവര് തമ്മിലുള്ള ഈ കുടുംബ പ്രശ്നത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഇടപെടുക, അതിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുക, അവനേറ്റും സംസാരിക്കണം, എന്നിട്ട് അവനും ഇവളെയൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് യോജിപ്പിക്കുക, ഈ പ്രശ്നത്തിന് പരിഹാരം അവിടെ ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി ഇത് ചെയ്യാം. അതടിസ്ഥാനത്തിൽ പിന്നീട് അവരുടെ ഫാമിലി കൗൺസിലിംഗിൽ ഇഷ്യൂസ് നമ്മൾ ഇടപെട്ടു, അത് മാറ്റങ്ങൾ വന്നു, അൽഹംദുലില്ലാഹ്. അതടിസ്ഥാനത്തിൽ പിന്നീട് ഇവരുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ പൂർണ്ണമായ മാറ്റത്തിലേക്ക് എത്തി, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അന്തസ്സായിട്ട് അവർ ജീവിക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ള ടെൻഷനുകൾ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ വസ്വാസ് കുറക്കാൻ പറ്റൂല. അപ്പൊ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് ബഹളോ അല്ലെങ്കിൽ ദേഷ്യം വെക്കലോ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് വഴക്ക് പറയലോ അടിക്കലോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് പിടിക്കലാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോ അതിലൊരു കാര്യം കൂടെ പറയാനുള്ളത്, ചിലപ്പോൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇപ്പോ 2, 3, 4 മണിക്കൂറൊക്കെ ടൈം എടുക്കുന്ന ആള്, അത്തരം ആളുകളോട് ചിലപ്പോൾ വീട്ടുകാർ ചെയ്യുന്നൊരു പണി എന്താ അറിയോ, അവർ കയറി ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് പുറത്തുനിന്ന് വാൾവ് പൂട്ടിക്കളയും. അപ്പൊ വാൾവ് പൂട്ടുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അവർ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം അനുഭവിക്കുകയാണ്. അവര് മാനസികമായിട്ട് ഭയങ്കര എന്തിനാ അവർ വാൾവ് പൂട്ടിയ എന്ന നിലക്കായിരിക്കും അവര് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നവര് നിരന്തരമായിട്ട് മോട്ടർ ഇടുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ വെള്ളം നിറക്കാൻ വേണ്ടി മോട്ടർ ഇടുകയാണെങ്കിൽ അവർ മെയിൻ സ്വിച്ച് അതിന്റെ ഓഫാക്കി കളയും, അല്ലെങ്കിൽ ഫ്യൂസ് മാറ്റി വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അവരിതുകൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അടിക്കുന്നു, വീണ്ടും വീണ്ടും വസ്വാസ് കൂടും, ഒരിക്കലും കുറയൂല. ഇനി ഇതിൽ മറ്റൊരു സംഭവം പറയാനുള്ളത്, ഇത്തരം ഘട്ടങ്ങളിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് അല്ലെ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ. അപ്പോ ഭാര്യക്കാണ് വസ്വാസം ഉള്ളതെങ്കിൽ ഒരു ഭർത്താവ് ചെയ്യേണ്ടത് എന്താ, ഭർത്താവിനാണ് വസ്വാസം ഉള്ളെങ്കിൽ ഭാര്യ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിന് വസ്വാസം ഉണ്ടെങ്കിൽ വീട്ടുകാർ ചെയ്യേണ്ടത് എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ വസ്വാസുള്ള ആളുമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അവർക്ക് എന്തോ ഒരു മാനസിക രോഗിയായി അല്ലെങ്കിൽ ഒരു മോശക്കാരിയായി എന്തോ പ്രശ്നക്കാരിയായി എന്ന് കരുതി അവരെ മാറ്റി നിർത്തരുത്. അവരെ ചേർത്ത് പിടിക്കാനാണ് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അപ്പൊ അവരോട് പറയേണ്ടത്, വസ്വാസ് എന്ന് പറയുന്നത് മറ്റുള്ള ഏത് രോഗാണെയും മാറൂലേ, അതേപോലെ ഇതും മാറും. ഇത് നമുക്ക് എവിടെയാണോ പോകേണ്ടതെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇതൊന്നും ഇപ്പൊ ഒരു വലിയൊരു പ്രശ്നമല്ല, ഇത് നീ കരുതുന്ന പോലെ ഒരു വിഷയമൊന്നുമില്ല, ഇത് നമുക്ക് മാറ്റിയെടുക്കണം, സാരല്ല, ഇത് സുഖപ്പെടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിന് സമാധാനം കൊടുക്കണം. എന്ന പോലെ ബാത്റൂമിലേക്കൊക്കെ പോണ സമയത്ത് അവരോട് പറയാം, ഇന്ന് നീ ഒന്നും കൂടെ പരിശ്രമിച്ച് നോക്കട്ടോ, ഒന്നും കൂടെ ഒക്കെ പെട്ടെന്ന് എത്താൻ. ഇപ്പൊ ഇന്നലെ പോയത് എത്ര, 2 മണിക്കൂറല്ലേ, 2 മണിക്കൂർ എന്നുള്ള ഒരു 1.25 മണിക്കൂറൊക്കെയെങ്കിലും എത്തിക്കാൻ നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് ഓർമ്മപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങണട്ടോ എന്ന് പറയുമ്പോൾ അവർ ഓക്കെ ആയി, അവർ മനസ്സിന് സമാധാനമായി. അവർ ബാത്റൂമിലേക്ക് കയറി 1.25 മണിക്കൂർ ആകുന്നതിന് മുമ്പ് നമ്മൾ ഉണർത്തി, ഏകദേശം 1.25 മണിക്കൂർ ആവാനായിട്ടോ എന്ന് ഉണർത്തുന്നു. 1.25 മണിക്കൂർ ആകുമ്പോഴേക്ക് ആൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു എൻഡിങ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അത് അവസാനിപ്പിച്ച് ഇറങ്ങാൻ പറ്റും. അങ്ങനെ അവരെ ചിന്തിക്കുന്നുണ്ട്, അതായത് പാരന്റ്സ് നമ്മള് കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, അഥവാ എന്റെ ഈ അസുഖം മാറ്റിയെടുക്കാൻ അവരുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടും. അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഇവർ എന്നോട് ദേഷ്യപ്പെടുന്നത്, ഇതാണ് അവർ ചിന്തിക്കുന്നത്. ഇനി ഇതില് വീട്ടുകാരോടൊക്കെ അല്ലെങ്കിൽ ഈ വസ്വാസം അനുഭവിക്കുന്ന ആളുകളുടെ വീട്ടുകാരോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ അടുത്ത് വന്ന കേസിൽ എനിക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു അനുഭവം പറയാം. അതായത് ബാത്റൂമിൽ പോയി 3-4 മണിക്കൂർ ഇരിക്കുന്ന ആളാണ്, യൂറിൻ പാസ് ചെയ്യാനും ടോയ്ലറ്റിൽ അതായത് മോശം പാസ് ചെയ്യാനൊക്കെ 3-4 മണിക്കൂർ ഇരിക്കുന്ന ഒരാള്. അപ്പൊ ആള് എന്താന്ന് വെച്ചാല് നിരന്തരമായിട്ട് അവിടുന്ന് ഓവർ വാഷ് ചെയ്യാൻ, അവർ വാഷ് ചെയ്യുന്നത് തന്നെ അതിന് പ്രത്യേക ശൈലികളും രൂപങ്ങളും അവർക്ക് അവരുടേതായ ചില മൊഡ്യൂളുകളുണ്ട്, അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് കുറെ കഴുകുന്നു, പിന്നെ ബാക്ക് ഭാഗം കഴുകുന്നു, ഫ്രണ്ട് കഴുകുന്നു, പിന്നെ എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യും, വേറെ കഴുകും, ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് കഴുകും, അത് കഴിഞ്ഞിട്ട് പിന്നെ അരക്ക് കീപ്പോട്ട് കഴുകും, അതുപോലെ തന്നെ കൈ വേറെ കഴുകും. ഇതൊന്നും ഓരോ തവണ അല്ല കേട്ടോ, 3-4 മണിക്കൂർ നീണ്ട കഴുകൽ എന്നൊക്കെ പറഞ്ഞാൽ കൈ കഴുകുന്നതിന് കുറെ ഇങ്ങനെ കഴുകും, കുറെ ഇങ്ങനെ കഴുകും, പിന്നെ കാല് കഴുകുന്ന സമയത്ത് ഇപ്പോ ഇത് കാലാണെന്ന് സങ്കല്പിക്കാം. അപ്പോ കാല് കഴുകുന്ന തന്നെ പാർട്ടീഷൻ ആക്കും. അഥവാ ആദ്യം ഈ ഭാഗത്ത് ഒരു 10 പ്രാവശ്യം, ഈ ഭാഗത്ത് ഒരു 10, ഈ ഭാഗത്ത് അങ്ങനെ 4 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തും 10 പ്രാവശ്യം 25 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴുകുന്നു. ഈ കാല് കഴുകുന്നു, അത് കഴിഞ്ഞാൽ പിന്നെയും ഇത് കഴുകുന്നു, പിന്നെ ഇത് കഴുകുന്നു, അങ്ങനെ ഓരോ ഭാഗങ്ങള്, പിന്നെ കൈ കഴുകുന്നു, കൈയിന്റെ ഈ ഭാഗം കഴുകി, ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ അവർക്ക് യൂറിൻ പാസ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവും ഒരു ശൈലി എങ്ങനെ കഴുകി പൂർത്തിയാക്കണമെന്ന്. അപ്പൊ ആദ്യം ആ ഏരിയ കഴുകുന്നു, പിന്നെ ഒരു ഭാഗത്ത് മാറി നിന്ന് കഴുകുന്നു, പിന്നെ എണീറ്റ് നിന്ന് കഴുകുന്നു, പിന്നെ കാല് കഴുകുന്നു, ഈ പറയപ്പെട്ട മൊഡ്യൂൾ ഇങ്ങനെ പൂർത്തിയാക്കിയാണ്. അപ്പൊ അവരുണ്ടാക്കിയ ഒരു സിസ്റ്റം ഉണ്ട്, ആ ഒരു പാറ്റേൺ അവരിങ്ങനെ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നല്ല പോയിന്റ് മനസ്സിലാക്കണേ, ഇതിങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ 2 മണിക്കൂറാണ് ആൾ ഇരിക്കാറുള്ളത് സാധാരണയെങ്കിൽ, 1.25 മണിക്കൂറായി. അപ്പൊ അവർ ആദ്യം ഇത് ചെയ്തു, പിന്നെ ഇത് ചെയ്തു, പിന്നെ മറ്റേ ചെയ്തു, ഇതൊക്കെ ചെയ്ത് പൂർത്തിയായി 1.25 മണിക്കൂറായി. ഇനി അവർക്ക് എന്തേ ഉള്ളൂ, ഒരു 1/4 മണിക്കൂർ കൂടെ ഉള്ളൂ, എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ ഇറങ്ങാൻ അവർക്ക് സമയമായി. പക്ഷെ അതിന്റെ ഇടയിലാണ് പുറത്തുനിന്ന് ഒരു പക്ഷേ വാപ്പയോ ഉമ്മയോ ഭാര്യയോ ഭർത്താവോ പുറത്തുള്ള ആരാണെങ്കിൽ അവർ നിരന്തരമായിട്ട് വന്നിട്ട് വാതിൽ മുട്ടുന്നത്. ഇത് ബാത്റൂമിന്റെ ഡോർ മുട്ടാൻ,
എന്താണ് ഇറങ്ങാത്തത്? എത്ര സമയമായി? നീ എന്താ ഇറങ്ങാത്തത്? എന്താണ് അവിടെ പണി? നിനക്ക് എന്താ ഇറങ്ങിക്കൂടെ? എത്ര സമയം വെള്ളം ചെലവാക്കണം എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഉള്ളിൽ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഈ വ്യക്തി ഓരോ പോയിന്റുകൾ അവരൊരു സിസ്റ്റമാറ്റിക്കലായിട്ട് മാറ്റി 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 കഴുകി പൂർത്തിയാക്കി ലാസ്റ്റ് പോയിന്റ് എത്തി. ഈ ഒരൊറ്റ ഷൗട്ടുകൾ കൊണ്ട് ഉള്ളിൽ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ആള് ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ആവാണ്, മൈൻഡ് ബ്ലാങ്ക് ആവാണ്. അപ്പൊ അവർ എന്നോട് പറയുന്നൊരു വാക്ക് ഇതാണ്, ഉസ്താദ് അങ്ങനത്തെ ഒരു സമയത്ത് ഞാനിപ്പോ എവിടെയൊക്കെ കഴുകി എനിക്കറിയണില്ല, ഞാൻ എത്ര പ്രാവശ്യം ഈ കഴുകിയത് എനിക്കറിയണില്ല, റബ്ബെ ഇനി എനിക്ക് ഇതൊക്കെ രണ്ടാമത് തുടങ്ങണല്ലോ. അപ്പൊ ആലോചിക്കേ, 2 മണിക്കൂർ പൂർത്തിയാവലോട് കൂടെ അവർക്ക് അവസാനിക്കും. 1.25 മണിക്കൂറായിട്ടുണ്ട്. 15 മണിക്കൂർ കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാം. ഇത് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തുനിന്നൊരു ഷൗട്ട് വരുന്നത്. അതടിസ്ഥാനത്തിൽ ഇവർ മൊത്തം മൈൻഡ് ബ്ലാങ്കായി. ഇനി എന്ത് ചെയ്യും? അവരിങ്ങനെ വെറുങ്ങലിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫ്രീസായി പോകുന്നൊരവസ്ഥ. ഇതേ പാറ്റേൺ അടുത്തും തുടരണല്ലോ. അതെ, അതാണ് ഇനി അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത്രയൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത് എന്ത് ചെയ്യണം? ഈ പറയപ്പെട്ട പാറ്റേൺ പൂർണ്ണമായിട്ട് ഇനി രണ്ടാമത് തുടങ്ങണം. അപ്പൊ അവരാകെ തളർന്നു പോവാണ്. പക്ഷേ ഈ പ്രശ്നം ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ മറ്റോ ഉമ്മനോടോ വാപ്പനോടോ ഭർത്താവിനോടോ ഭാര്യനോടോ പറഞ്ഞ അവര് പറയാണ്, അതിനെന്തിനാ നീ കഴുകാൻ നിൽക്കണ്? നീ ഇറങ്ങിപ്പോന്നേ പോരെന്നാ. അഥവാ ഈ പെണ്ണിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ രോഗിയുടെ മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ വീട്ടുകാർക്ക് പറ്റിയിട്ടില്ല എന്ന് ചുരുക്കം. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം. അപ്പൊ വീണ്ടും തല തുടങ്ങുന്ന വളരെ പ്രതിസന്ധി ഘട്ടമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ ഇവര് തളർന്നു പോവാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനാണ് നേരത്തെ തന്നെ ഇവരുമായിട്ട് സംസാരിച്ച് ഇടപെട്ട്, ഞാൻ ഇന്ന സമയത്തൊന്ന് നിന്നെ വിളിക്കൂട്ടോ, ആ സമയത്ത് നീ കുറക്കാൻ ശ്രമിക്കണം, ഇന്ന ശൈലികൾ സ്വീകരിക്കണം, അങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് നേരത്തെ പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ആക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, അവർ മാനസികമായിട്ട് തകർന്നു പോകും. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ഇത്തരം ആളുകൾക്ക് വാശി വരും. ഇനി എന്ത് അവർ വിളിക്കുക, എന്താ ചെയ്തോട്ടെ, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. അപ്പൊ അവിടുന്ന് വാശി കയറും. ഇങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതില് ഇവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ട് നിരന്തരമായിട്ട് വേണം നമ്മൾ പറഞ്ഞു. ഇനി ചിലപ്പോ എങ്ങനെയാണ് ഈ വസ്വാസുള്ള ആൾക്കാരോട്, എന്റെ ഭാര്യനോട് അല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയില്ല. അപ്പോ അവരോട് ശരിയായ രൂപത്തിൽ ഇതിന്റെ വശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്കത് വിശ്വസിക്കാൻ ചിലപ്പോൾ പറ്റൂല അല്ലെ? ചിലപ്പോൾ വേണം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും, എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണ്. അപ്പോ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാണ്, ശരിക്കും ഇതൊന്നും അല്ല ഇതിന്റെ, ഞാൻ ചെയ്യുന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞാൽ അവരിൽ ഒരു മാറ്റം ഉണ്ടാക്കാനോ എഫക്റ്റ് ഉണ്ടാക്കാനോ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നാൽ പിന്നെ നമ്മൾ പറയാൻ നിൽക്കരുത്. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അത് വേസ്റ്റാണ്. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് ദേഷ്യം ഉണ്ടാക്കാനോ ഇമോഷണലി ചാർജഡ് ആവാനോ സാധ്യതയുണ്ട്. അത്തരം ഘട്ടത്തിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കുക. അഥവാ ഈ വിഷയത്തിൽ പറ്റുന്ന ആരെയാണോ സമീപിക്കാൻ നല്ലതെങ്കിൽ അവരെ സമീപിക്കാം. കാരണം നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റൂല എങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കട്ടെ എന്നതല്ല, പിന്നെ ഒരു കൗൺസിലറെ സമീപിക്കുന്നു, അത്തരം വിഷയത്തിൽ കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കുന്നു, അതിലൂടെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഞാൻ അവര് പറഞ്ഞാലും പോലും അവർ ഉൾക്കൊള്ളൂലല്ലോ. അതെ അതെ അതെ. അതായത് ഇതില് ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോ ചില രസകരമായ സംഭവം ഉണ്ടാവാറുണ്ട്. വസ്വാസിന് 2-3 സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഭർത്താവ് ഭാര്യനോട് വയ്ക്കും, അല്ല ഇതന്നല്ലേ ഇപ്പൊ ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞു തന്നത്, ഞാൻ വർഷങ്ങളായിട്ട് പറയാൻ തുടങ്ങിയില്ലേ അല്ലെ, വർഷങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, അപ്പൊ അത് എന്നെ വിശ്വാസമല്ലല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസം ആകൂല. ഇപ്പോ ഉസ്താദ് പറഞ്ഞ ഇതേ വിഷയം തന്നെയാണ് ഉസ്താദ് ഇത്രയും കാലം ഞാനും പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷെ അവിടെ ഒരു എന്താ പറയാന്ന് വെച്ചാല് ഒരു സൈക്കോളജി ഉണ്ട് അതില്. അതെന്താ? അഥവാ ആ ആള് ചിലപ്പോ മറ്റുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന കൗൺസിലർ ആയിരിക്കാം, അയാൾ ഉസ്താദായിരിക്കാം, അയാളെ എല്ലാം ആയിരിക്കാം. പക്ഷേ ആ ഭാര്യയുടെ മുമ്പിൽ ആരല്ല? കൗൺസിലർ അല്ല. ഭാര്യയുടെ മുമ്പിൽ ഇയാൾ ആരാണ്? ഭർത്താവാണ്, ഹസ്ബൻഡാണ്. അപ്പോ ഓൺലി ഹസ്ബൻഡ്, അവിടെ കൗൺസിലർ അല്ല. അല്ലെങ്കിൽ ഈ വിഷയത്തെ ഇടപെടാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും അത്ഭുതകരമായ മനുഷ്യനുമല്ല. ഒരുപക്ഷെ ഇയാൾ മുഖേന 100,000 ആളുകൾക്ക് ആശ്വാസമൊക്കെ കിട്ടി ആശ്വാസം ലഭിച്ച ഒരു വ്യക്തിക്കായിരിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യയുടെ മുമ്പിൽ ഇയാള് ഭർത്താവാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല.
സ്വന്തം ഭാര്യയോട് പറയുന്നതിലൊക്കെ ചില പരിമിതികളുണ്ട്. എപ്പോഴും ഭാര്യ ഭർത്താവിനെ ഭർത്താവായിട്ടേ കാണും, അതിന്റെ അപ്പുറത്തേക്ക് കൗൺസിലറായിട്ട് പലപ്പോഴും കാണാറില്ല. എന്നാൽ ചില ഭർത്താക്കന്മാർ പറയുന്നത് കൃത്യമായിട്ട് ഭാര്യമാർ ഉൾക്കൊണ്ട് അവർ എന്ത് രൂപത്തിൽ പറയുന്ന അതൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട് കേട്ടോ. അഥവാ എൻ്റെ അടുത്ത് വന്ന കേസുകൾ അങ്ങനെയുണ്ട്. ഉസ്താദെ, ഇത്രയൊക്കെ അവസ്ഥയ്ക്ക് എന്നെ മാറ്റിയത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് കേട്ടോ, ആൾക്കതിന് ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരങ്ങൾ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഭർത്താവാണ്, ഇതൊക്കെ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ മാറ്റിയെടുത്താന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാ ഭർത്താക്കന്മാരെ കുറിച്ചും അല്ല പറഞ്ഞത്. ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഇതുപോലെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാര്യമാരുണ്ട്, അതിന് പറ്റുന്ന രൂപത്തിൽ വേണ്ട രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ ആകത്തുക നമ്മൾ ഇത്തരം വസ്വാസ് അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഫലിക്കില്ല എന്ന് തോന്നിയാൽ ഫലിക്കുന്ന ആളുകളുടെ മുമ്പിൽ എത്തിക്കുക. അത് എത്രത്തോളം നേരത്തെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷേ ചിലപ്പോ വസ്വാസ് അനുഭവിക്കുന്ന ആളുകളെ അതിന്റെ പ്രഥമ ഘട്ടത്തിൽ പോയാൽ ചിലപ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അതേസമയം കുറെ വർഷങ്ങൾ പഴക്കമുള്ളതാകുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാനും പ്രയാസം ഉണ്ടാവും. അതിനർത്ഥം മാറൂല എന്നൊന്നുമല്ല, മാറ്റങ്ങൾ വരൂല എന്നല്ല കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ 25 കൊല്ലം 30 കൊല്ലം 40 50 കൊല്ലം വസ്വാസ് അനുഭവിച്ച ആൾക്ക് പോലും നമ്മുടെ കൗൺസിലിങ്ങിലൂടെ മാറ്റങ്ങൾ വന്ന അനുഭവം എനിക്ക് പറയാനുണ്ട്. ഇതുപോലെ പലർക്കും പറയാനുണ്ടാവുമല്ലോ. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതിന്റെ കൃത്യമായ ഡാറ്റകൾ എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും തമാശകൾ പറഞ്ഞതല്ല. 50 വർഷക്കാലം വസ്വാസ് അനുഭവിച്ചിരുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ഇന്ന് അയാൾക്ക് 74 വയസ്സുണ്ട്. ആ മനുഷ്യൻ 50 കൊല്ലം 50 കൊല്ലം അയാൾ പ്രശ്നം അനുഭവിച്ചിന്. പക്ഷെ ആൾക്ക് കുറച്ചു കാലം കൗൺസിലിംഗ് കൊടുത്തു. എന്നിട്ട് ആൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനതിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആള് പറഞ്ഞു ആൾക്ക് നിസ്കാരത്തിനും വുളുവിലൊക്കെയാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ആള് പറഞ്ഞതിന്റെ സിംഹഭാഗവും ഒരു വിഷയവുമായി അതെ ജീവിതത്തിന്റെ ഒരു സിംഹഭാഗവും ആള് വസ്വാസിലൂടെ കടന്നു പോയിട്ട് വസ്വാസ് കുറെ മാറിയപ്പോൾ ആള് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദെ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 50 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഞാൻ വുളു എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് അയാൾ പറയുമ്പോ പ്രായമുള്ള മനുഷ്യൻ പറയുമ്പോണ്ടല്ലോ ആളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ഒലിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളുള്ള ഒരാളല്ല, രണ്ടാളല്ല, ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങൾ പഴകിയാലും അസുഖം മാറും. പക്ഷെ എത്രത്തോളം നേരത്തെ കൊണ്ടുപോകുന്നു അത്രയും അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിലീഫ് കിട്ടും. അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യണം, കൗൺസിലിംഗിൽ എത്തിക്കണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായ ട്രീറ്റ് ആണ് അവർക്ക് ആവശ്യമുള്ളത്, ചേർത്ത് പിടിക്കലാണ് ആവശ്യമുള്ളത്, കെയറിംഗ് ആണ് ആവശ്യമുള്ളത്, പോസിറ്റീവായ കെയറിംഗ് ആണ് ആവശ്യമുള്ളത്. ഇതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. അത് ഈ വസ്വാസുള്ള ആളുകൾക്ക് ഒരുവിധം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുവിധം അത് തന്നെ മതി. അതിനർത്ഥം വഴക്കിടണ്ട, പറയണ്ട, സംസാരിക്കണ്ട എന്നല്ല പറയുന്നത്. അതിൻ്റെതായ ശൈലിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ശൈലിയിലുള്ള നമ്മുടെ ഭാഗത്ത് നിന്നുള്ള സംസാരങ്ങളാവണം. ഇതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം.